ഇന്നേ കൊത്തു പൊറോട്ട ഉണ്ടാക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചൂടായ പാനിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, സവോള എല്ലാം കൊണ്ടൊന്ന് ചെറുതായിട്ട് അരിഞ്ഞ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ നമ്മുടെ ചില്ലി ഫ്ലേക്സ് ഉണ്ടല്ലോ അത് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതൊന്ന് പച്ചമണമൊക്കെ ഒന്ന് മാറി നല്ലപോലെ ഒന്ന് മൂത്ത് വരുന്ന സമയമാകുമ്പോഴേക്കും നമുക്കതിനകത്തേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം കേട്ടോ. ഞാൻ മുട്ട ഡയറക്റ്റ് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നേ ഉള്ളൂ. അത് ഫുൾ ഡ്രൈ ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നില്ല. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന പൊറോട്ടയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്നുകൂടെ വഴറ്റി ആ മസാലയൊക്കെ പൊറോട്ടയിലേക്ക് നല്ലപോലെ പിടിച്ച് വരുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് ഏകദേശം ആ മുട്ടയൊക്കെ ഒന്ന് നല്ലപോലെ വെന്ത് ഈ പൊറോട്ടയിലേക്ക് പിടിച്ച് ആ മസാലയൊക്കെ ഒന്ന് നല്ലപോലെ പിടിച്ച് വരുന്ന സമയമാകുമ്പോഴേക്കും ഞാൻ അതിനകത്തേക്ക് ഒരു 1.5 ടീസ്പൂണോളം സോയ സോസും 1 ടീസ്പൂണോളം ടൊമാറ്റോ സോസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് ആ സോസൊക്കെ അതിലേക്ക് നല്ലപോലെ പറ്റി പിടിക്കുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ബൈ.